പണി തന്നു സ്വർണം വിലയിൽ ഇന്ന് വർധന പവന് വാങ്ങാൻ എത്ര വേണമെന്ന് നോക്കാം. കൊച്ചി 4 ദിവസത്തെ ഇടിവിന് ശേഷം സ്വർണ വിലയിൽ ഇന്ന് കുതിപ്പ്. 2680 രൂപയുടെ കുറവാണ് 4 ദിവസം കൊണ്ട് ഒരു പവന് സ്വർണത്തിനുണ്ടായിരുന്നത്. റെക്കോർഡിനു മേല് റെക്കോർഡ് സൃഷ്ടിച്ച് 68,000 വരെ കടന്ന പൊന്നിന് വിലയാണ് ഒറ്റയടിക്ക് താഴേക്ക് വീണ സ്വർണം ഇപ്പോൾ വീണ്ടും ഗിയർ മാറ്റി കുതിക്കാനൊരുങ്ങുകയാണെന്നാണ് സൂചന. അന്തർദേശീയ വിപണിയിൽ സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നതിനിടെയാണ് ഇന്ന് കേരളത്തില് വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചുങ്കപ്പോര് ശക്തമായതാണ് അന്തർദേശീയ വിപണിയെ ആശങ്കയിലാക്കിയത്. ചൈനയ്ക്കെതിരെ 104% നികുതിയാണ് അമേരിക്ക ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പകരച്ചുങ്കവും ചൈനയുടെയും കാനഡയുടെയും തിരിച്ചടിയുമാണ് സ്വർണ വിപണിയിലും പ്രതിഫലിക്കുന്നതെന്നാണ് കണക്കുകൂട്ടല്. ഏപ്രിൽ 2 മുതൽ നിലവിൽ വന്ന ട്രംപിന്റെ പുതിയ താരിഫ് നയം പ്രാബല്യത്തിൽ സ്വർണ വില വർദ്ധിപ്പിക്കേണ്ടതായിരുന്നുവെന്നും നേരത്തെ നിരീക്ഷകര് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്നത്തെ വില വിവരം നോക്കാം. 22 കാരറ്റ് 1 ഗ്രാം കൂടിയത് 65 രൂപ, ഗ്രാം വില 8290. പവന് കൂടിയത് 520 രൂപ, പവന് വില 66,320. 24 കാരറ്റ് 1 ഗ്രാം കൂടിയത് 71 രൂപ, ഗ്രാം വില 9,044. പവന് കൂടിയത് 568 രൂപ, പവന് വില 72,352. 18 കാരറ്റ് 1 ഗ്രാം കൂടിയത് 53 രൂപ, ഗ്രാം വില 6,783. പവന് വർധന 424 രൂപ, പവന് വില 54,264. സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം തുടരുന്ന സന്ദർഭങ്ങളിൽ സ്വർണം ഒരു സുരക്ഷിത ഉറവിടമാകുമെന്ന് നിരീക്ഷകര് വ്യക്തമാക്കുന്നു. അതുകൊണ്ടുതന്നെ സ്വർണം എക്കാലത്തും ഒരു ജനപ്രിയ നിക്ഷേപമാണ്. മറ്റു വിപണികളിൽ നേരിടുന്ന നഷ്ടം നികത്താനും പണം സ്വരൂപിക്കുന്നതിനും നിക്ഷേപകര് ഗണ്യമായ രീതിയിൽ ഓഹരികൾ വിൽക്കുന്ന സാഹചര്യത്തിനും ഇപ്പോൾ സാധ്യതയുണ്ട്. സ്വർണവില ഉയരാനുള്ള സാധ്യതകളാണ് യഥാർത്ഥത്തിൽ വിപണിയിലുള്ളത്. ട്രംപിന്റെ പുതിയ ചുങ്കപ്പോരിനെ തുടർന്നുള്ള ആശങ്കയിൽ തന്നെ പണം നഷ്ടമാകാതിരിക്കാന് സ്വർണം വാങ്ങി സൂക്ഷിക്കുകയാണ് നിക്ഷേപകര് ചെയ്യുക. അതുകൊണ്ടുതന്നെ സ്വർണവില ഉയരേണ്ടതാണ്. സ്വർണം മിക്കവരുടെയും ജനപ്രിയ നിക്ഷേപ ഓപ്ഷനായി നിലനിൽക്കുന്നു. ഈ അനിശ്ചിത സമയത്ത് മറ്റു വിപണികളിലെ നഷ്ടം നികത്തുന്നതിനും പണം സ്വരൂപിക്കുന്നതിനും നിക്ഷേപകർക്ക് ഗണ്യമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ആസ്തികൾ വിൽക്കാൻ തീരുമാനിച്ചേക്കാം. വൻതോതിൽ ഉയർന്ന വേളയിൽ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ വിറ്റഴിക്കൽ വർദ്ധിച്ചതാണ് സ്വർണവില താഴാൻ ഇടയാക്കിയത്. എന്തുതന്നെയായാലും സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണിത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ വിവാഹ സീസൺ ആണെന്നിരിക്കെ. എന്നാൽ പവന് സ്വർണം വാങ്ങാനാണ് ഈ വില. വിവാഹാവശ്യത്തിനും മറ്റും ഉപയോഗിക്കാൻ സ്വർണം ആഭരണമായാണ് സാധാരണ വാങ്ങിക്കുന്നത്. സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ ഈ വിലയും മതിയാവില്ല. GST, ഹാളുമാർ, സ്വർണ്ണപ്പണയ ഒപ്പം പണിക്കൂലിയും ഒരു ആഭരണത്തിന് മേൽ അധികം വരും. പണിക്കൂലിയിലും വ്യത്യാസമുണ്ട്. ഡിസൈന് അനുസരിച്ചാണ് പണിക്കൂലി വരിക. ഡിസൈന് കൂടുന്നതനുസരിച്ച് പണിക്കൂലിയും കൂടും. ഇതനുസരിച്ച് പവന് സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 70,000 രൂപയുടെ അടുത്തെത്തുമെന്നും വ്യാപാരികൾ അറിയിക്കുന്നു.